ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഭയം ഭക്തി ബഹുമാനം. ട്രെയിലർ വന്നിട്ടുണ്ടല്ലോ. 2-3 ദിവസമായി. ഞാനാ അന്ന് എന്താ ട്രെയിലർ വരാത്തത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് ട്രെയിലർ സർപ്രൈസായിട്ട് പുറത്ത് വന്നത്. ട്രെയിലർ അനൗൺസ്മെൻറ്റ് അതൊരു കിടില സാധനമായിരുന്നു. അപ്പോൾ എന്തായാലും ട്രെയിലർ എത്തിയല്ലോ, ഡീകോഡിങ് ആവാം. അപ്പോൾ എങ്ങനെ തുടങ്ങുകയല്ലേ? വീഡിയോയിലേക്ക് അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ട്രെയിലർ കണ്ടവർക്ക് അറിയാം, ഒരു എന്താ പറയുക, റെഫറൻസുകൾ കളിയാണ് അതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസുകളും പിന്നെ ഒരു സെൽഫ് ട്രോളുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ട്രെയിലർ അനൗൺസ്മെൻറ്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 8/18 എന്നാണ് കൊടുത്തേക്കുന്നത്. ട്രെയിലർ ഔട്ട് ഫ്രം 8/18 എന്നാണ് അതിലിട്ട് കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് 8 എന്ന് പറയുന്നത് അറിയാം, അതായത് നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു കേസിന് വിധി വന്ന ദിവസമാണ് 8-ാം തീയതി. 18-ാം തീയതി ബബ്ബ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. ഒരു അടിപൊളി പരിപാടിയായിരുന്നു. 1 മിനിറ്റ് 50 സെക്കൻഡിലുള്ള ട്രെയിലർ. പക്ഷേ എന്താ അത് പോരെ, തുടക്കത്തിൽ തന്നെ റേഡിയോയിലൂടെ കേൾക്കുന്ന ഒരു ദിലീപേട്ടൻ്റെ വോയിസ് ഓവർ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഞാനല്ലേ, എന്നെ അറിയാത്തവരായിട്ടും ആരുമില്ല എന്നാണ് ഇത് ദിലീപേട്ടൻ പറയുന്നത്. അതിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ചേർന്നൊരു ഡയലോഗ് തന്നെയാണ്. അതായത് ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കേസിൻ്റെ ഒരു വിധിയൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ റിയൽ ലൈഫിൽ മൊത്തം എല്ലായിടത്തും പുള്ളി തന്നെയാണ്. പിൻസ് കൊടുത്താലും ഫേസ്ബുക്ക് കൊടുത്താലും യൂട്യൂബിൽ എവിടെയും പുള്ളിയാണ്. അപ്പോൾ അതാണ് അവരോട് ഉദ്ദേശിച്ചത്. എന്തായാലും ഒരു അടിപൊളി പരിപാടിയായി. പിന്നെ നമ്മുടെ CID മൂസ സിനിമയിൽ, അതായത് ഐക്കോണിക് CID മൂസയിൽ ആ ഒരു കാറുണ്ടല്ലോ, ആ CID കാറ് അത് കാണിക്കുന്നുണ്ട്. CID മൂസ റെഫറൻസ് ഉണ്ട്. ആ ഒരു വണ്ടിയൊക്കെ കയറി പൊളിക്കണം എല്ലാ സാധ്യതയുണ്ട്. അത് വെച്ചിട്ട് ക്ലൈമാക്സ് സീനിൽ ഒരു ചേസിങ് സീനൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്ടല്ലോ, അതായത് ആ ഓരോരോ സെക്ഷൻസ് ഓരോ ലിവർ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ആ മണ്ണെണ്ണയും കോലിയും പെട്രോളും ഒക്കെ പോകുന്നൊരു പരിപാടി, അതൊക്കെ വരെ തിയേറ്റർ നിന്ന് കത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്ത ക്യാരക്ടർ റെഫറൻസ് ആണ്. അതിലാദ്യത്തേത് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ട്രെയിലറിൽ ഒരു ശ്രീനിവാസന് മുൻപിലിരിക്കുന്ന സലീം കുമാറിൻ്റെ വക്കീൽ ക്യാരക്ടറിനോട് മുകുന്ദൻ ഉണ്ണി എന്ന് പറയുമ്പോൾ സലീം കുമാർ ഒറിജിനൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സലീം കുമാർ തന്നെ അവിടെ നമ്മൾ ദിലീപിൻ്റെ മീശമാധവൻ എന്ന സിനിമയിൽ മുകുന്ദൻ ഉണ്ണിയായിട്ടാണ് സലീം കുമാർ ചേട്ടൻ ആ ഒരു സിനിമയിൽ എത്തുന്നത്. അപ്പോൾ അതാണ് അവിടെ ഒറിജിനൽ എന്ന് പറയുന്നത്. അപ്പോൾ മീശമാധവൻ റെഫറൻസ് എത്തി, കൂടെ നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് റെഫറൻസും എത്തി. റെഫറൻസുകളുടെ അയ്യര്. അടുത്ത് നമ്മുടെ ദേവ്ജിയുടെ ആ ഒരു സെൽഫ് ട്രോൾ ഡയലോഗായിട്ടുള്ള അതിപ്പോൾ പറയാൻ കഴിയില്ല എന്ന സാധനമാണ്. അത് പുള്ളി ഓൾഡ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. അപ്പോൾ അതോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പടം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും അത് എപ്പിക് സാധനമാണ്. പിന്നെ ആ ഫൈറ്റ് സീൻ്റെ ഇടയിൽ നമ്മുടെ റിയാസ് ഖാൻ്റെ ഒരു ഡയലോഗുണ്ട്, തൂക്കി അടിയെന്ന, അത് നമ്മുടെ അടിച്ച് കയറി വാന്ന് പറഞ്ഞാൽ അതേ ടോണിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ്. ചിലപ്പോൾ അടിച്ച് കയറി വാങ്ങി കാണും, പ്രതീക്ഷിക്കാം. ലാലേട്ടനിലേക്ക് വന്ന എൻട്രി സീൻ ഇതേക്കാണ്. നരസിംഹ റെഫറൻസാണ്, പക്ക നരസിംഹ എഫക്റ്റ് ആട്ടത്. പിന്നെ സ്ഫടികം ആട് തോമയുടെ മുണ്ട് വലിച്ചടിയുണ്ട്. ലാലിൻ്റെ ഇൻട്രോസിന് അത് തിരിയുന്ന സമയത്ത് ആ ഒരു അടിച്ചിനെ ലോക്കൊക്കെ പിടിച്ചിരിക്കുന്നവൻ്റെ തലയിൽ കൂടെ മുണ്ട് വെച്ചിട്ടാണ് പിടിച്ചേക്കണത്. ആഹാ അന്തസ്. പിന്നെ ട്രെയിലറിൽ ലാലേട്ടൻ ദിലീപേട്ടനും കൂടെ ആണെന്നോട് തിരിഞ്ഞു നോക്കുന്നൊരു സീനുണ്ട്. അത് നമ്മുടെ ഹരികൃഷ്ണൻസ്, അത് നമ്മുടെ ലാലേട്ടനും അമ്മയ്ക്ക് ഒരുമിച്ച് അഭിനയിച്ച ഹരികൃഷ്ണൻ സിനിമയിലെ ആ ഒരു ഐക്കോണിക്കായിട്ടുള്ള ഒരു നടത്തുക ഒരു തിരിഞ്ഞോട്ടാണ്. അപ്പോൾ ഹരികൃഷ്ണൻസിൻ്റെ ഒരു റെഫറൻസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗില്ലി പറയണ്ടല്ലോ, ഇന്ത നടപ്പോതുമാ ഇന്നും കൊഞ്ചം വേണ്ടുമാ, ജിപ്സി മുതൽ സോങ് വരെ ഉണ്ടാവും. പിന്നെ ഒരു ചേസിങ് സീന് കാണിക്കുന്നുണ്ട്. ഒരു അംബാസിഡറിൽ ദിലീപേട്ടനും ചേസ് ചെയ്ത് പോലീസുകാരും, അതിനൊരു വില്ല് സോങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും അപ്പടിപ്പോടും കാണും. ഇനിയുള്ള CJ വർക്ക് ചെയ്തിട്ട് തളപതി വരുന്നുണ്ടോണാവോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ തളപതി ഫാൻസിൻ്റെ അഴിഞ്ഞാട്ടവും. പിന്നെ നമ്മുടെ സോന സോങ്ങിലൊരു ഫൈറ്റ് സീൻ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ റിയാസ് ഖാൻ്റെ ഡയലോഗ് പറയുന്ന സമയത്ത് പിന്നിൽ ഒരു DJ വണ്ടി കാണാം. അപ്പോൾ ദിലീപിയുടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പാട്ടിട്ടിട്ടുണ്ട്. അത് സോന എന്നൊരു പാട്ടായിരിക്കാം. ചിലപ്പോൾ വേറെ ഏതെങ്കിലും പാട്ടൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ വന്ന് എന്തായാലും ചുമ്മാ തീയായിരിക്കും. പിന്നെ സെൽഫ് ട്രോളുകളുടെ ചാകരയാണ് പടത്തിൽ. ട്രെയിലറിൽ തന്നെ ഇത്രയും കിട്ടി, അപ്പോൾ പടത്തിൽ എത്ര കാണും. അപ്പോൾ ലാലേട്ടനും ദിലീപേട്ടനൊക്കെ പക്ക തളപതി ഫാൻസാണ്. അപ്പോൾ ഒരുപാട് തളപതി ഡയലോഗ്സ്, ഗില്ലി സിനിമയിലൂടെ കിടിലൻ ഡയലോഗുകൾ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് ചിരിച്ചിരുന്ന് കാണാൻ പറ്റും. പക്ക എൻ്റർടൈനർ പടമായിരിക്കും. ചൂണ്ട ആവേശമൊക്കെയാണ് ഇതേപോലെ ഒരു പടമുള്ളത്. അപ്പോൾ ആവേശത്തിനേക്കാൾ ആവേശമാണ് ബബ്ബയ്ക്ക്. അപ്പോൾ 2 ഏട്ടന്മാരും കൂടി കേരള ബോക്സ് ഓഫീസിന് നട്ടല് വരുന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ലാലേട്ടൻ വരുന്ന സ്ഥിതിക്ക് ലാലേട്ടൻ്റെ പഴയ ഒരുപാട് പടങ്ങൾ റെഫറൻസ് ഉണ്ടാവും. അപ്പോൾ വരുന്ന അതിനകത്ത് ലാലേട്ടൻ ദിലീപേട്ടൻ ഒരു ഓടിച്ചു വന്ന ഒരു ബുള്ളറ്റിൻ്റെ നമ്പർ, അതായത് അതേ ബുള്ളറ്റ് നമ്മുടെ പിൻഗാമി സിനിമയിലുള്ളൊരു ബുള്ളറ്റാണ്. ലാലേട്ടൻ്റെ പിൻഗാമി സിനിമയിലുള്ള ബുള്ളറ്റാണത്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. പഴയ ഒരുപാട് പടങ്ങളുടെ റെഫറൻസ് എന്തായാലും ഇതിനകത്ത് കാണുന്നതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ നമുക്ക് ആ ഒരു ട്രെയിലറിൻ്റെ അവസാനത്ത് ഇന്തെന്നിട്ട് പോത്തുമ്മ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഇത്തിരി കുഴഞ്ഞിട്ടാണ് ലാലേട്ടൻ പറയണത്. ചിലപ്പോൾ കള്ളക്ക് കുടിച്ച് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ അവിടെ നമ്മുടെ ഹെലോ പടത്തിലൊക്കെ കിട്ടി വേർത്ത ആ ഒരു സോങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഇത് മാത്രമാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു, സംഭവിച്ചിരുന്നെങ്കിൽ അടിപൊളിയായി എന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ട്രെയിലർ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഏകദേശം പടത്തിൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ ആവാനാണ് സാധ്യത. അതായത്
ഫ്ലാഷ് ബാക്ക് സീനിൽ പോലീസുകാർ ദിലീപേൻ്റെ ഫാമിലിയെയോ എന്തെങ്കിലും രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കൊല്ലങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ വളർന്ന് വലുതായി അവർക്കിട്ട് പണി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ലോജിക്കൊന്നും ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം. അപ്പോൾ ലിറ്ററലി അഴിഞ്ഞാട്ടാവും. ട്രെയിലർ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 18 റിലീസാണ് പടം. ഒരു ഫാൻ ഷോ ടിക്കറ്റ് എടുക്കണം, എന്തോ. പിന്നെ പടം കാണാൻ പോകുന്നവരോട് ആദ്യം തന്നെ കൂക്കി വിളിച്ച് എനർജി കളയണ്ട. ആർമാതിപ്പൊക്കെ ആവാം, പക്ഷേ ലെവൽക്ക് മതി. അവസാനമാണ് ആ മുതലിൻ്റെ വരവുണ്ടാവുക. കൂക്കാൻ ആർപ്പിളിക്കാനും കുറച്ച് എനർജി ബാക്കി വെച്ചോണം. കത്താനുള്ള മുതലാണ്. സത്യം പറഞ്ഞാൽ മിക്കവരും എണീറ്റ് നിന്നിട്ടാവും പടം കാണുന്നുണ്ടാവുക. അങ്ങനെ ടൈറ്റായിരിക്കും. എന്തായാലും അഴിഞ്ഞാട്ടം കാണാൻ വെയിറ്റിംഗ് ആണ്, വരട്ടെ മുതൽ. പിന്നെ ട്രെയിലറിൽ തന്നെ ഒരുപാട് ഭാഗമായിട്ട് അടിപൊളി മോഡിഫൈ ചെയ്തുള്ള കാറുകളെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒരുപാട് പടത്തിൽ കാണും. അപ്പോൾ ആ ഒരു കളക്ഷനിൽ തന്നെയാണ്. അതായത് ഇവർക്കൊരു ഗ്യാരേജ്, അതായത് ഇപ്പോൾ ഗില്ലി സോഡ എന്ന് പറയുന്ന ഒരു ഗില്ലി സിമ്മിൽ ഒരു ഗില്ലിയുടെ ഒരു കാർ കളക്ഷൻസ് കാണും. അപ്പോൾ അതിനകത്ത് ഒരു അടിപൊളി കാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ CID മൂസ കാറൊക്കെ അപ്പോൾ ആ റെഫറൻസ് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരുപാട് കാറുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രെയിലറാണെങ്കിലും ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും കിടിലൻ കാറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മോഡിഫൈഡ് കാറുകളുടെ ചാകര എന്ന സിനിമയിൽ കാണും. സെഫ്റ്റോളായിരുന്നു പറയണ്ട, ഇപ്പം ഇത്രയും കണ്ടു, ഇനി ഒരുപാട് കാണും, ഇഷ്ടം പോലെ ഇനിയും കാണും. ഇതൊക്കെ വന്നിട്ട് ഓവറാവാതിരുന്നാൽ മതി. നൈസായിട്ട് വന്നു കഴിഞ്ഞാൽ പടം കയറി തൂക്കും. പോസ്റ്റ് 100-150 കോടിക്ക് സുഖമായിട്ട് വരാം. ഹെവി പോസ്റ്റ് ആണ് 200 കോടി വരെ പടം തട്ടും. കാരണം അതിലുള്ള മുതലൊക്കെ പടത്തിലുണ്ട്. എന്തായാലും പടം പറ്റേ കാത്തിരിക്കുക. 18-ാം തീയതിക്ക് ഇനി കുറേ ദിവസങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കേരളയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ വിദേശ രാജ്യത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ടിക്കറ്റ് ഒന്ന് പറഞ്ഞെടുക്കണം. അപ്പോൾ എന്തായാലും അടുത്തുള്ള കാണാം. അപ്പോൾ നിങ്ങളുടെ സിനിമ ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.